Hi friends, welcome to my new YouTube channel Smeaton's Basic Civil Engineering. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് സോഴ്സ് ഓഫ് വാട്ടർ. ആക്ച്വലി ഇതൊരു ചെറിയ ടോപ്പിക്കാണ്. സോഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ടു ടൈപ്സ്. ഒന്ന് സർഫസ് സോഴ്സസ്, രണ്ടാമത്തത് സബ് സർഫസ് സോഴ്സസ്. ഭൂമിയുടെ സർഫസിലാണ് വാട്ടർ സോഴ്സ് കാണപ്പെടുന്നത് എങ്കിൽ അതിനെ സർഫസ് സോഴ്സസ് എന്ന് പറയാം. സബ്സർഫസ് സോഴ്സസ് വാട്ടർ കാണപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലാണ്. മീൻസ് സർഫസിൽ വാട്ടർ കാണപ്പെടില്ല. അതിനെ സബ്സർഫസ് സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നു. സർഫസ് സോഴ്സ് ഓഫ് വാട്ടറിന് എക്സാമ്പിളാണ് കോമൺ ആയിട്ട് കാണുന്ന പോണ്ട്, ലേക്ക്, റിവർ, സ്ട്രീം പോണ്ട് ഓർ ലേക്ക്, റിവർ ഓർ സ്ട്രീം, റിസർവോയർ എക്സെട്ര. സബ്സർഫസ് സോഴ്സിനുള്ള എക്സാമ്പിളാണ് വെൽ, ഇൻഫിൽട്രേഷൻ വർക്ക്, സ്പ്രിങ്സ് എക്സെട്ര. സ്പ്രിംഗ് ഒരു നാച്ചുറൽ സബ്സർഫസ് സോഴ്സാണ്. പോണ്ട് ഓർ ലേക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഡിപ്രഷൻ ഓൺ ദി എർത്ത് ഫിൽഡ് വിത്ത് വാട്ടർ. അതാണ് പോണ്ട്. സർഫസ് സോഴ്സ് വാട്ടർ ക്വാണ്ടിറ്റി വളരെ കൂടുതലായിരിക്കും, പക്ഷേ ക്വാളിറ്റി കുറവായിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് സബ്സർഫസ് സോഴ്സ് ഓഫ് വാട്ടർ ക്വാളിറ്റി വളരെ കൂടുതലായിരിക്കും, ബട്ട് ക്വാണ്ടിറ്റി കുറവായിരിക്കും. ഇതാണ് ഒരു കീ ഡിഫറൻസ് തമ്മിൽ സർഫസ് സോഴ്സും സബ്സർഫസ് സോഴ്സും. സബ്സർഫസ് സോഴ്സിന് ഞാൻ മുമ്പ് ഡിസ്കസ് ചെയ്ത ഒരു എക്സാമ്പിളാണ് ഇൻഫിൽട്രേഷൻ വർക്ക്. ഈ ഇൻഫിൽട്രേഷൻ വർക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും: ഇൻഫിൽട്രേഷൻ ഗാലറി ആൻഡ് ഇൻഫിൽട്രേഷൻ വെൽ. ഈ രണ്ട് ടേമും ഡിഫറൻഷ്യേറ്റ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ പൊസിഷൻ, ബേസ്ഡ് ഓൺ ഇറ്റ്സ് പൊസിഷനാണ്. ഒരു സർഫസ് സോഴ്സിൻ്റെ അടിയിലാണ് ഇൻഫിൽട്രേഷൻ വർക്കെങ്കിൽ അതിനെ ഇൻഫിൽട്രേഷൻ ഗാലറി എന്നാണ് പറയുന്നത്. അത് ഏകദേശം 2 മുതൽ 5 മീറ്റർ വരെ താഴ്ചയിലായിരിക്കും സിറ്റുവേറ്റ് ചെയ്യപ്പെടുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ഇൻഫിൽട്രേഷൻ വെൽ, ഒരു സർഫസ് സോഴ്സിൽ നിന്നും ഹൊറിസോണ്ടൽ ഡയറക്ഷൻ അപ്പാർട്ടാണ്. ഇവയുടെ പിക്ചർ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇൻഫിൽട്രേഷൻ ഗാലറിയിൽ വെള്ളം വരുന്നത് സർഫസ് സോഴ്സിൽ നിന്നും വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള വാട്ടറിൻ്റെ മോഷൻ മൂലമാണ്. ബട്ട് ഇൻ കേസ് ഓഫ് ഇൻഫിൽട്രേഷൻ വെൽ, സർഫസ് സോഴ്സിൽ നിന്നും ഹൊറിസോണ്ടൽ മോഷനാണ് സംഭവിക്കുന്നത്. ഇതാണ് ഇവ തമ്മിലുള്ള കീ ഡിഫറൻസ്. നെക്സ്റ്റ് സബ്സർഫസ് സോഴ്സിന് എക്സാമ്പിളായ വെല്ലിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോമൺലി വെല്ല് രണ്ടായിട്ട് തരംതിരിക്കാം. വൺ ഈസ് ഓപ്പൺ വെൽ ആൻഡ് അതർ ഈസ് സെക്കൻഡ് ഈസ് ട്യൂബ് വെൽ. ഓപ്പൺ വെല്ലിനെ ഡഗ് വെൽ എന്നും പറയാം, ട്യൂബ് വെല്ലിനെ ബോർവെൽ എന്നും പറയാം. ഓപ്പൺ വെല്ലിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓപ്പൺ വെൽ വേരി ചെയ്യുന്നത് 2 മീറ്റർ മുതൽ 9 മീറ്റർ വരെയാണ് അതിൻ്റെ ഡയമീറ്റർ. ഓപ്പൺ വെല്ലിൽ ഉണ്ടാകുന്ന ഡിസ്ചാർജ് 2 to 6 ലിറ്റർ പെർ സെക്കൻഡ് ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് ട്യൂബ് വെല്ലിൻ്റെ ഡയമീറ്റർ 15 സെൻറ്റിമീറ്റർ മുതൽ 30 സെൻറ്റിമീറ്റർ വരെയാണ്. അതിലുണ്ടാകുന്ന ഡിസ്ചാർജ് 15 മുതൽ 45 ലിറ്റർ പെർ സെക്കൻഡ് വരെയാണ്. മീൻസ് ഓപ്പൺ വെല്ലിൽ ഡയമീറ്റർ കൂടുതലാണ്, ഡിസ്ചാർജ് കുറവാണ്. ബട്ട് ഇൻ കേസ് ഓഫ് ട്യൂബ് വെൽ ഡയമീറ്റർ കുറവാണ്, ഡിസ്ചാർജ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇൻടേക്കിനെ പറ്റിയാണ്. ഇൻടേക്ക് ആർ ദ സ്ട്രക്ചർ ദാറ്റ് ആർ കൺസ്ട്രക്റ്റഡ് അറ്റ് ദ വാട്ടർ സർഫസ് ബോഡീസ്. ഇതെന്തിനു വേണ്ടിയാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോർ സേഫ് വിഡ്രോവൽ ഓഫ് വാട്ടർ ഓവർ എ പ്രീ ഡിറ്റർമൈൻഡ് പൂൾ റേഞ്ച്. മീൻസ് മുമ്പ് തീരുമാനിച്ച ഒരു വാട്ടർ ലെവലിൽ നിന്നോ വാട്ടർ ഇൻടേക്കിൽ നിന്ന് എടുക്കും. ഇൻടേക്കിനെ നമുക്ക് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് വെറ്റ് ഇൻടേക്ക് ആൻഡ് അതർ ഈസ് ഡ്രൈ ഇൻടേക്ക്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ വെറ്റ് ഇൻടേക്കിൽ കളക്ഷനും സ്റ്റോറേജും ഡിസ്ചാർജും ഉണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് ഡ്രൈ ഇൻടേക്ക് കളക്ഷനും ഡിസ്ചാർജും മാത്രമേ ഉള്ളൂ, സ്റ്റോർ ചെയ്യില്ല. വെറ്റ് ഇൻടേക്കിന് എക്സാമ്പിളാണ് റിവർ ഇൻടേക്ക് ആൻഡ് റിസർവോയർ ഇൻടേക്ക് ആർ ദ എക്സാമ്പിൾ ഓഫ് ഡ്രൈ ഇൻടേക്ക്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കൺവെയൻസ് ഓഫ് വാട്ടർ ഓർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ. വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് മെയിനായിട്ട് 2 തരത്തിലാണ്. ഒന്ന് ഗ്രാവിറ്റി കൺവെയൻസ് ആൻഡ് അതർ ഈസ് പ്രഷർ കൺവെയൻസ്. ഗ്രാവിറ്റി കൺവെയൻസ് മീൻസ് അതൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ നടക്കുന്നത്. എക്സാമ്പിൾ ഈസ് ഓപ്പൺ ചാനൽ. ദർ ഈസ് നോ അതർ പ്രഷർ ഫോഴ്സ് for the conveyance of water here.
പ്രഷർ കൺവെയൻസിന് എക്സാമ്പിളാണ് പമ്പ്, മോട്ടർ, പൈപ്പ്. ഇതൊരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ സഹായത്തിലായിരിക്കും ഇതിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്രഷർ കൺവെയൻസ് തന്നെയാണ്. കാരണം ഗ്രാവിറ്റി കൺവെയൻസിന് ഒരു സ്ലോപ്പ്ഡ് സർഫസ് ഒക്കെ അത്യാവശ്യമാണ് അതിൻ്റെ പ്രോപ്പർ ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കുന്നതിന് വേണ്ടി. പിന്നെ പ്രഷർ കൺവെയൻസ് റിക്വയർ പമ്പ് ആൻഡ് പൈപ്പ്. പമ്പും പൈപ്പും ഉണ്ടെങ്കിലോ പ്രഷർ കൺവെയൻസ് നടക്കും. ഇത്തരത്തിലൊരു പ്രഷർ കൺവെയൻസ് നമുക്ക് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കായിട്ട് 2 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഒന്ന് ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് റിക്വയർഡ്, രണ്ടാമത് കപ്പാസിറ്റി ഓഫ് ദി പമ്പ് റിക്വയർഡ്. ഈ 2 കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ മാത്രമോ നമുക്ക് പ്രഷർ കൺവെയൻസ് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ബേസിക്കായിട്ട് സോഴ്സ് ഓഫ് വാട്ടർ എന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ക്വാളിറ്റി ഓഫ് വാട്ടർ. അത് കുറച്ച് ലെങ്ത് കൂടിയ ടോപ്പിക്കാണ്. സോ 2-3 വീഡിയോകളിലായിരിക്കും അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റി ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് കെമിക്കൽ വാട്ടർ ക്വാളിറ്റി ഡിസ്കസ് ചെയ്യും. അറ്റ് ലാസ്റ്റ് ബയോളജിക്കൽ വാട്ടർ ക്വാളിറ്റിയും ഡിസ്കസ് ചെയ്യും. 3-4 വീഡിയോയിൽ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.